ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഫിക്സഡ് ആൻഡ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഫിക്സഡ് ആൻഡ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സ്? ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് മെത്തേഡ്സാണ് ഫിക്സഡ് പോയിൻറ്റും അതുപോലെ ഫ്ലോട്ടിംഗ് പോയിൻറ്റും. ഇപ്പോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഫ്രാക്ഷണൽ പാർട്ട് ഉള്ള നമ്പേഴ്സ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് കമ്പ്യൂട്ടർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? അപ്പോൾ നമുക്കറിയാം കമ്പ്യൂട്ടറിൽ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബൈനറി ഫോമിലായിരിക്കും. അപ്പോൾ ഒരു ഫ്രാക്ഷണൽ പാർട്ടുള്ള ബൈനറി നമ്പർ വരികയാണെങ്കിൽ അതിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സോ അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഫിക്സഡ് പോയിൻറ്റും അതുപോലെ ഫ്ലോട്ടിംഗ് പോയിൻറ്റും മെത്തേഡും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രാക്ഷണൽ പാർട്ടുള്ള ഒരു ബൈനറി നമ്പറാണെങ്കിൽ എന്തായിരിക്കും? അതിന് രണ്ട് പാർട്ടുണ്ടാവും. ഒന്ന് പോയിൻറ്റിന് മുമ്പൊരു പാർട്ടും അതുപോലെ പോയിൻറ്റിന് ശേഷവും. അപ്പോൾ പോയിൻറ്റിന് മുമ്പുള്ളതാണ് ഇൻറ്റിജർ പാർട്ട്, അതുപോലെ പോയിൻറ്റിന് ശേഷം വരുന്നത് ഫ്രാക്ഷണൽ പാർട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പോയിൻറ്റിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഡെസിമൽ പോയിൻ്റ് അല്ല, ബൈനറി നമ്പർ ആയതുകൊണ്ട് ബൈനറി പോയിൻ്റ് എന്നായിരിക്കും പറയുക. അപ്പോൾ പോയിൻറ്റിന് മുമ്പുള്ളത് ഇൻറ്റിജർ പാർട്ടും പോയിൻറ്റിന് ശേഷം വരുന്നത് ഫ്രാക്ഷണൽ പാർട്ടും ആയിരിക്കും. അപ്പോൾ ഫിക്സഡ് പോയിൻ്റ് റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ ഈ ഇൻറ്റിജർ പാർട്ടിനും അതുപോലെ ഫ്രാക്ഷണൽ പാർട്ടിനും ഒരു സ്പെസിഫിക് നമ്പർ ഓഫ് ബിറ്റ്സ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ. ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് 8 ബിറ്റ് റെപ്രസെൻറ്റേഷനാണ്. സപ്പോസ് നമുക്കുള്ള നമ്പർ 0100.100 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൽ റെപ്രസെൻറ്റേഷനിൽ ആദ്യം വരുന്നത് സൈൻ ബിറ്റാണ്. സൈൻ ബിറ്റ് പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ 0 വരും, നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ 1 വരും. ആദ്യം റെപ്രസെൻറ്റ് ചെയ്യുന്നത് സൈനാണ്. പിന്നെ വരുന്നത് ഇൻറ്റഗ്രൽ പാർട്ടാണ്. അത് കഴിഞ്ഞ് ഫ്രാക്ഷണൽ പാർട്ടും. അപ്പോൾ ഇൻറ്റഗ്രൽ പാർട്ട് നോക്കുകയാണെങ്കിൽ 0100 ആണ്, അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ് ഫ്രാക്ഷണൽ പാർട്ടാണ് 100. സോ ഇത് സൈൻ ബിറ്റാണ് ഏറ്റവും ആദ്യം വരുന്നത്. അത് കഴിഞ്ഞ് ഇൻറ്റീരിയർ പാർട്ട് അല്ലെങ്കിൽ ഇൻറ്റഗ്രൽ പാർട്ട്, പിന്നെ ഫ്രാക്ഷണൽ പാർട്ട്. സോ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇൻറ്റഗ്രൽ പാർട്ടിന് വേണ്ടിയിട്ട് 4 ബിറ്റും ഫ്രാക്ഷണൽ പാർട്ടിന് വേണ്ടിയിട്ട് 3 ബിറ്റുമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊരു ഫിക്സഡ് ആയിരിക്കും, എന്നുവെച്ചാൽ മാറ്റമില്ല. അപ്പോൾ ഏത് നമ്പർ കൊടുത്താലും അതിൻ്റെ ഇൻറ്റഗ്രൽ പാർട്ട് 4 ബിറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യും, അതുപോലെ ഫ്രാക്ഷണൽ പാർട്ട് 3 ബിറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യും. സോ അതാണ് ഫിക്സഡ് പോയിൻ്റ് റെപ്രസെൻറ്റേഷൻ. ഫിക്സഡ് പോയിൻറ്റിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫിക്സഡ് പോയിൻറ്റിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്കറിയാം 4 ബിറ്റ് ഇവിടെ പോയിൻറ്റിന് മുമ്പുള്ള ആ ഒരു പോർഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? മാക്സിമം 2⁴ അത്രയും 2⁴ എന്ന് പറയുമ്പോൾ 16 നമ്പേഴ്സ്, 16 നമ്പറെ ഈ ഒരു ഇൻറ്റഗ്രൽ പാർട്ടിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇത് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന റേഞ്ച് കുറവായിരിക്കും. അതേപോലെ സെയിം പ്രശ്നം തന്നെയാണ് ഇപ്പോഴത്തെ ഫ്രാക്ഷണൽ പാർട്ടിലും വരുവാണെങ്കിൽ. 3 ഡിജിറ്റാണ് ഈ ഒരു എക്സാമ്പിളിൽ ഫ്രാക്ഷണൽ പാർട്ടിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2⁻3. സോ അത്രയും പറ്റുള്ളൂ, അത്രയും ഫ്രാക്ഷനെ ഇവിടെ പറ്റുള്ളൂ. സപ്പോസ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഉണ്ട്, 0 1 കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് 0100.100.10001 ആണ് നമ്പർ എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ അവസാനത്തെ 01 എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ബിറ്റ് അവൈലബിൾ അല്ല. മാക്സിമം 3 ബിറ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷേ ഇവിടെ 5 ബിറ്റ് ഉണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇത് അപ്രോക്സിമേറ്റ് ചെയ്താൽ ഇതിനകത്ത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ ഫ്രാക്ഷൻ്റെ പ്രിസിഷൻ കുറയും. അപ്പോൾ ഫ്രാക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും പ്രിസൈസായിട്ട് നമ്മൾ ഫ്രാക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? പോയിൻ്റ് കഴിഞ്ഞിട്ട് കൂടുതൽ ഡിജിറ്റ്സിനെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, അതിനെ അക്കോമഡേറ്റ് ചെയ്യുകയാണെങ്കിലാണ് ഒരു ഫ്രാക്ഷനെ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ
5 ഡിജിറ്റ് കൊടുക്കാനുള്ള പ്രൊവിഷൻ ഇല്ല ഈ റെപ്രസെൻറ്റേഷനിൽ. ഇവിടെ 3 പറ്റുള്ളൂ. അപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ പ്രെസിഷൻ കുറയും, അതുപോലെ റേഞ്ചും കുറവായിരിക്കും. അപ്പോൾ ഇതാണ് ഫിക്സഡ് പോയിൻ്റിൻ്റെ മെയിൻ പ്രശ്നം. കാരണം പോയിൻറ്റിന് മുമ്പുള്ള പോർഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പോയിൻറ്റിന് ശേഷമുള്ള പോർഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എപ്പോഴും ഒരു ഫിക്സ്ഡ് നമ്പർ ഓഫ് ബിറ്റ്സ് ആയിരിക്കും അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ബിറ്റ്സ് ഫിക്സഡ് ആയതുകൊണ്ട് എപ്പോഴും ഫ്രാക്ഷണൽ പാർട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ പ്രിസിഷനും കുറവായിരിക്കും. അതുപോലെ ഇൻ്റഗ്രൽ പാർട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ റേഞ്ചിൻ്റെ ഇഷ്യൂ വരും. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത മെത്തേഡ്, അതായത് ഫ്ലോട്ടിംഗ് പോയിൻ്റ് റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്യുന്നത്. സോ ഫ്ലോട്ടിംഗ് പോയിൻറ്റിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നേരത്തെ ഫിക്സഡ് പോയിൻറ്റിൽ നമ്മൾ കണ്ട ആ ഒരു ഇഷ്യൂസിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് റെപ്രസെൻറ്റേഷനാണ് മോഡേൺ കമ്പ്യൂട്ടേഴ്സിൽ വളരെ വൈഡായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വെരി ലാർജ് നമ്പേഴ്സും അതുപോലെ വെരി സ്മോൾ നമ്പേഴ്സും ഈസി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അത് ഫിക്സഡ് പോയിൻറ്റിൽ ഇഷ്യൂ ആണ്. നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ഇൻറ്റിജർ പാർട്ടിന് വേണ്ടിയിട്ട് ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ബിറ്റ്സും അതുപോലെ ഫ്രാക്ഷണൽ പാർട്ടിന് വേണ്ടിയിട്ടും ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ബിറ്റ്സ് ആണ്. അത് വെച്ച് നമുക്ക് എന്താണ് ഒരു വെരി ലാർജ് നമ്പറും വെരി സ്മോൾ നമ്പറും റെപ്രസെൻറ്റ് ചെയ്യുന്ന കേസിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. ഒന്നെങ്കിൽ പ്രിസിഷനിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, അതുപോലെ റേഞ്ചും വളരെ കുറഞ്ഞ റേഞ്ച് അതിൽ ഫിക്സഡ് പോയിൻറ്റിൽ കാണിക്കാൻ പറ്റുള്ളൂ, റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ആദ്യം ബൈനറിയിലേക്ക് പോകുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഒരു ഡെസിമൽ നമ്പർ സയൻറ്റിഫിക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു 273 എന്ന് പറഞ്ഞൊരു നമ്പറാണ്. 273 ബേസ് 10 ആണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പറാണ്. അതെങ്ങനെയാണ് സയൻറ്റിഫിക് നൊട്ടേഷനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ സാധാരണ കാണുന്നതാണ്. 273നെ 2.73 × 10⁻² എന്ന് എഴുതാൻ പറ്റും. അത് സെയിം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിനെയാണ് സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ അതിൻ്റെ ഒരു കോമൺ ഫോമാണ് ഇവിടെ തന്നിരിക്കുന്നത്. +or - m × b⁴e. എം എന്ന് പറഞ്ഞാൽ മാൻറ്റിസയാണ്, ബി എന്ന് പറഞ്ഞാൽ ബേസ് ആണ്, ഇ എന്ന് പറഞ്ഞാൽ എക്സ്പോണൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കേസ് എടുക്കുകയാണെങ്കിൽ മാൻറ്റിസ എത്ര വരുന്നത് 2.73 മാൻറ്റിസ് വരും. ബേസ് 10 ആണ്, 273 ബേസ് 10 ആയിട്ടുള്ള നമ്പറാണ്. എക്സ്പോണൻ്റ് 2 വരും. അപ്പോൾ ഈ ഒരു ഫോമിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഉള്ള അഡ്വാൻറ്റേജ് എന്താ, എത്ര വലിയ നമ്പറാണെങ്കിലും എത്ര ചെറിയ നമ്പറാണെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ സയൻറ്റിഫിക് നൊട്ടേഷൻസ് വളരെ കൂടുതലായിട്ട് നമ്മൾ കാണുന്നതാണ് ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ. ഇപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് 3 × 10⁸ എന്നാണ് പറയുന്നത്. അതുപോലെ കെമിസ്ട്രിയിൽ അവഗാഡ്രോ നമ്പർ, അതുപോലെ ഫിസിക്സിൽ തന്നെ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, അതുപോലുള്ള നമ്പേഴ്സ് വാല്യൂസ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഈ സയൻറ്റിഫിക് നൊട്ടേഷനാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫോമിലായിരിക്കും നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മളൊരു ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റിജർ പാർട്ടിനും അതുപോലെ ഫ്രാക്ഷണൽ പാർട്ടിനും ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ബിറ്റ്സ് അലോക്കേറ്റ് ചെയ്യുകയല്ല, അതിന് പകരം ഈ ഒരു പോയിൻ്റ് ഫ്ലോട്ട് ചെയ്യുകയാണ്. ഈ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഈ ഡെസിമൽ നമ്പർ എടുക്കുകയാണെങ്കിൽ, ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ പോയിൻ്റ് എപ്പോഴും ഈ 2 കഴിഞ്ഞിട്ട് ഫിക്സ് ചെയ്തേക്കുകയാണ് 2.73. അപ്പോൾ സപ്പോസ് ഇതൊരു ചെറിയ നമ്പറാണെന്ന് വിചാരിക്കുക, പോയിൻ്റ് സപ്പോസ് ഇതിന് പകരം 0.00273 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക, ഈ സയൻറ്റിഫിക് നൊട്ടേഷൻ ആണെങ്കിൽ സെയിം ഫോമിൽ ചെയ്യാൻ പറ്റും അല്ലേ. 2.73 × 10ൻ്റെ പവറിൽ മാത്രമേ വ്യത്യാസം വരൂ. 10⁻⁻⁴
-3 വരും. ഓക്കെ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ മാൻഡിസ പാർട്ടിന് ചേഞ്ച് ഒന്നുമില്ല. ഇവിടെ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. ബേസും സെയിം ആണ്. ഈ ഒരു എക്സ്പോണൻറ്റ് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. അപ്പോൾ എക്സ്പോണൻറ്റിൽ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് എത്ര വലിയ നമ്പർ വേണമെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ എത്ര ചെറിയ നമ്പർ വേണമെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഓക്കെ. സോ ഇനി ബൈനറി നമ്പേഴ്സിൻ്റെ കേസിലേക്ക് വരാം. അപ്പോൾ ഫ്ലോട്ടിംഗ് പോയിൻ്റ് റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ ഈ ഒരു ഫോമിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ± മാൻഡിസ ഇൻറ്റു 2 to the power എക്സ്പോണൻറ്റ്. 2 വരാൻ കാരണം എന്താ? ബൈനറി നമ്പർ ആയതുകൊണ്ടാണ്. ബൈനറി നമ്പർ ആയതുകൊണ്ട് ബേസ് 2 ആയിരിക്കും. അതാണ് 2 to the power എക്സ്പോണൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ കാണിച്ച എക്സാമ്പിൾ ബേസ് 10 ആയിട്ടുള്ള നമ്പറായിരുന്നു. സോ അവിടെ അതുകൊണ്ടാണ് 10 to the power എക്സ്പോണൻ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്പോൾ സ്പെസിഫിക് നമ്പർ ഓഫ് ബിറ്റ്സ് ഇതിന് വേണ്ടിയിട്ട് എന്തിനാണ് ഇൻറ്റീജർ പാർട്ടിനും അതുപോലെ ഫ്രാക്ഷൻ പാർട്ടിനും വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിട്ടില്ല. അതാണ് ഫ്ലോട്ടിംഗ് പോയിൻ്റിൻ്റെ മെയിൻ ഫീച്ചർ. ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് സ്റ്റാൻഡേർഡാണ് IEEE സ്റ്റാൻഡേർഡ് 754. അപ്പോൾ 1985 ഈ സ്റ്റാൻഡേർഡ് വന്നത്. അപ്പോൾ ഈ ഒരു IEEE സ്റ്റാൻഡേർഡ് 754 ഫ്ലോട്ടിംഗ് പോയിൻ്റ് റെപ്രസെൻറ്റേഷനാണ് നമ്മുടെ മോഡേൺ ആയിട്ടുള്ള PCs, മാക്സ്, അതുപോലെ യൂണിക്സ് പ്ലാറ്റ്ഫോമിലൊക്കെ യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു ഫോർമാറ്റ് ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരു ബൈനറി നമ്പർ ഫ്രാക്ഷനിലുള്ള ഒരു ബൈനറി നമ്പർ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ IEEE 745 ഫ്ലോട്ടിംഗ് പോയിൻ്റ് സ്റ്റാൻഡേർഡിൽ ആക്ച്വലി 2 റെപ്രസെൻറ്റേഷൻ വരുന്നുണ്ട്. ഫസ്റ്റ് വൺ സിംഗിൾ പ്രിസിഷനാണ്. അപ്പോൾ സിംഗിൾ പ്രിസിഷൻ്റെ ഒരു ഫോർമാറ്റാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ടോട്ടൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് അലോക്കേറ്റ് ചെയ്തേക്കുന്നത് 32 ബിറ്റ്സ് ആണ്. അതിലൊരു ബിറ്റ് സൈൻ ബിറ്റാണ്, 8 ബിറ്റ് എക്സ്പോണൻ്റ് പാർട്ടിനും ബാക്കി 23 ബിറ്റ്സ് മാൻഡിസ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നു. ഇതാണ് IEEE 754 ഫ്ലോട്ടിംഗ് പോയിൻ്റ് സ്റ്റാൻഡേർഡ് സിംഗിൾ പ്രിസിഷൻ. ഇനി അടുത്തത് രണ്ടാമത്തത് IEEE 754 ഫ്ലോട്ടിംഗ് പോയിൻ്റ് സ്റ്റാൻഡേർഡ് ഡബിൾ പ്രിസിഷനാണ്. ഡബിൾ പ്രിസിഷൻ ആണെങ്കിൽ അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പോലെ ആയിരിക്കും നമ്പേഴ്സ്, ബൈനറി നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സൈൻ വേണ്ടിയിട്ട് ഒരു ബിറ്റ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നു. 11 ബിറ്റ്സ് എക്സ്പോണൻ്റ് പാർട്ടിന് വേണ്ടിയിട്ടും ബാക്കി റിമൈനിങ് 52 ബിറ്റ്സ് ആണ് മാൻഡിസയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഡബിൾ പൊസിഷൻ ആണെങ്കിൽ 64 ബിറ്റിലായിരിക്കും ബൈനറി നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ബിറ്റ് സൈനിന് പോവും, 11 ബിറ്റ്സ് എക്സ്പോണൻ്റ് പാർട്ടിന് പോവും, 52 ബിറ്റ്സ് മാൻഡിസയ്ക്ക് പോവും. അപ്പോൾ അതെങ്ങനെയാണ് ഇപ്പോൾ ഒരു നമ്പർ തരികയാണെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ട നമ്പർ 85.125 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 85.125 എന്ന് പറഞ്ഞാൽ കണ്ടാലറിയാം അത് ഡെസിമൽ നമ്പറാണ്. ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ട്, അതുപോലെ ഇൻറ്റിജർ പാർട്ടും ഉണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട എന്താണ്, ഈ നമ്പറിനെ കംപ്ലീറ്റ് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഒരു ഇൻറ്റിജർ പാർട്ട് സെപ്പറേറ്റ് എടുത്ത് ബൈനറി ആക്കണം, അതുപോലെ ഡെസിമൽ പാർട്ടും സെപ്പറേറ്റ് എടുത്ത് ബൈനറി ആക്കുക. അപ്പോൾ 85ൻ്റെ ബൈനറി വരുവാണെങ്കിൽ 101010 ആണ് വരുന്നത്. 0.125ൻ്റെ ബൈനറി എന്ന് പറയുമ്പോൾ 001 ആണ് വരുന്നത്. അപ്പോൾ 825.125 ബൈനറിയിൽ എഴുതുകയാണെങ്കിൽ 10101001.001 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് മാൻഡിസ ഇൻറ്റു ബേസ് ടു ദ പവർ എക്സ്പോണൻറ്റ്, ബേസ് റേസ് ടു എക്സ്പോണൻറ്റ് ആ ഒരു ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ ഈ ഒരു പോയിൻ്റ്, ഇത് ബൈനറി പോയിൻ്റാണ്, ഈ ഒരു പോയിൻ്റ് നമ്മൾ 1ൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, 1 പോയിൻ്റ് എന്ന ഫോമിലേക്ക് ആക്കുക. അപ്പോൾ അത് മാറ്റുകയാണ്.
1.01 01 01 001 എന്നാക്കുക ഇൻറ്റു 2 to the power സോ ഇവിടുന്ന് പോയിൻ്റ് ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? ഒരു പോയിൻ്റ് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ എത്ര പോയിൻ്റ് മാറ്റണം? 6 പോയിൻറ്റ്സ് മാറ്റണം. സോ അതാണ് 1.01 01 01 001 ഇൻറ്റു 2 to the power 6 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മാൻഡിസ 2/6 എക്സ്പോണൻറ്റ്. സൈൻ ബിറ്റ് പോസിറ്റീവ് ആണെങ്കിൽ 0 ആയിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ 1 ആയിരിക്കും. സോ 85.125 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്പറാണ്. സോ സൈൻ ബിറ്റ് 0 ആയിരിക്കും. അതിന് ഒരു കാര്യം കൂടെ, അത് എക്സ്പോണൻറ്റിനെ കുറിച്ചാണ്. എക്സ്പോണൻറ്റ് IEEE ഫോർമാറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സൈൻഡ് എക്സ്പോണൻ്റ് ആണ്. സൈൻഡ് അല്ല, ബയാസ്ഡ് എക്സ്പോണൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ബയാസ്ഡ് എക്സ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ബയാസ് എക്സ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഈ എക്സ്പോണൻറ്റിൻ്റെ ഒറിജിനൽ വാല്യൂവിൻ്റെ കൂടെ വേറൊരു വാല്യൂവും കൂടെ ആഡ് ചെയ്തിട്ട് ആ കിട്ടുന്ന നമ്പറായിരിക്കും ഈ ഒരു സിംഗിൾ പ്രിസിഷൻ ഫോർമാറ്റിൽ നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ ആഡ് ചെയ്യേണ്ട നമ്പർ 127 ആണ്. 127 + 6 133. അതിൻ്റെ ബൈനറി എടുക്കുക. അതാണ് നമ്മുടെ എക്സ്പോണൻ്റ് പാർട്ടിൽ കൊടുക്കേണ്ട നമ്പർ. സോ മാൻഡിസ എന്ന് പറഞ്ഞാൽ നോർമലൈസ്ഡ് ആണ്. നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? 1 പോയിൻറ്റ് സംതിങ് എന്ന ഒരു ഫോർമാറ്റിലേക്ക് മാറ്റുന്നതിനാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഏത് ബൈനറി നമ്പർ ആയാലും നമ്മൾ ഈ ഒരു 1 പോയിൻ്റ് എന്ന ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ടാണ് ഈ ഒരു സിംഗിൾ പ്രിസിഷൻ ആയാലും ഡബിൾ പ്രിസിഷൻ ആയാലും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ 1 എന്ന് പറയുന്നത് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ അത് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. 1 പോയിൻ്റ് കഴിഞ്ഞുള്ള നമ്പർ മാത്രം സ്റ്റോർ ചെയ്താൽ മതി. കാരണം ഏത് ബൈനറി നമ്പർ ആണെങ്കിലും 1 പോയിൻ്റ് എന്ന ഫോർമാറ്റിലേക്ക് മാറ്റും. ആ ഒരു ഡെസിമൽ പോയിൻ്റ് ട്രാൻസ്ഫർ ചെയ്ത് 1ൻ്റെ തൊട്ടിപ്പുറത്താക്കി മാറ്റും. എന്നിട്ടായിരിക്കും ബാക്കി കൺവേർഷൻ നടത്തുന്നത്. അപ്പോൾ നോർമലൈസ്ഡ് മാൻഡിസ എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു പോർഷനാണ് ഇത്രയും പോർഷൻ. അതാണ് മാൻഡിസ. അതുപോലെ 127 ഈ എക്സ്പോണൻ്റ് കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ, അതിൻ്റെ ബൈനറി ആയിരിക്കും നമ്മൾ എക്സ്പോണൻ്റ് പോർഷനിൽ കൊടുക്കുന്നത്. ഓക്കെ, സോ ഇനി റെപ്രസെൻ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. സൈൻ ബിറ്റ് 0 ആണ്. പിന്നെ വരുന്നത് എന്താണ്? എക്സ്പോണൻ്റ് പാർട്ടാണ്. എക്സ്പോണൻ്റ് 133യുടെ 8 ബിറ്റാണ്. സിംഗിൾ പൊസിഷൻ ആകുമ്പോൾ ഈ ഒരു ഫോർമാറ്റാണ് എടുക്കുക. സൈൻ ബിറ്റ് 1 പോവും. എക്സ്പോണൻ്റ് പാർട്ട് 8 ബിറ്റാണ്. 8 ബിറ്റ് വരുമ്പോൾ ഏതാണ് വരുന്നത്? 133യുടെ 8 ബിറ്റ് ബൈനറി വരും. സോ അതാണ് ഈ ഒരു പോർഷൻ. അടുത്തത് മാൻഡിസയാണ്. മാൻഡിസ എന്ന് പറഞ്ഞാൽ എത്ര ബിറ്റാണ് കൊടുത്തേക്കുന്നത്? സിംഗിൾ പൊസിഷൻ ആണെങ്കിൽ മാൻഡിസയ്ക്ക് 23 ബിറ്റ്സ് വേണം. ഇവിടെ എത്രയേ ഉള്ളൂ? സോ ഇവിടെ 9 ബിറ്റേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ 9 ബിറ്റാണ്. ബാക്കി 14 സീറോസ് റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യുക. കാരണം എന്താണ്? മാൻഡിസ പാർട്ട് ടോട്ടൽ 23 ബിറ്റ്സ് ആണ്. അപ്പോൾ 23 ബിറ്റ്സ് ആക്കി വേണം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ഒറിജിനൽ നമ്പറിലെ മാൻഡിസ 9 ബിറ്റ്സേ വരുന്നുള്ളൂ. ബാക്കി 14 ബിറ്റ്സ് സീറോസ് ആഡ് ചെയ്യുക. സോ ഇതായിരിക്കും ഫൈനലി IEEE 754 സിംഗിൾ പ്രിസിഷൻ ഫോർമാറ്റിലുള്ള റെപ്രസെൻറ്റേഷൻ. ഇതാണ് സിംഗിൾ പ്രിസിഷൻ്റെ 1 ബിറ്റ് സൈനിന് പോകും. ബാക്കി 8 ബിറ്റ് എക്സ്പോണൻറ്റും ബയാസ് എക്സ്പോണൻ്റ് ആണ്. 23 ബിറ്റ്സ് മാൻഡിസ. ടോട്ടൽ 32 ബിറ്റ്സിലായിരിക്കും നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഡബിൾ പ്രിസിഷനാണ്.
സോ ഡബിൾ പൊസിഷൻ ആണെങ്കിൽ മെയിൻ എന്താണ് ഡിഫറൻസ് വരുന്നത്? നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 64 ബിറ്റ്സിലായിരിക്കും. ബാക്കി പ്രോസസ്സ് സെയിം ആണ്. ഒരു ഡിഫറൻസ് വരുന്നത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ബയാസ് വാല്യൂ 1023 ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. സെയിം എക്സാമ്പിൾ തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ബയാസ് എക്സ്പോണൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നേരത്തെ എക്സാമ്പിൾ കാണിച്ച ഈ ഒരു എക്സ്പോണൻ്റ് വാല്യൂ ആയിട്ടുള്ള 6ൻ്റെ കൂടെ 1023 ആഡ് ചെയ്യുക, 1029 കിട്ടും. ഇതാണ് എക്സ്പോണൻ്റ് പോർഷനിലേക്ക് പോകുന്നത്. പിന്നെ ഡിഫറൻസ് വരുന്നത് മാൻഡിസയിലാണ്. മാൻഡിസയ്ക്ക് മാറ്റം വരത്തില്ല, പകരം നമ്പർ ഓഫ് ബിറ്റ്സ് എത്രയാണ് കൊടുത്തേക്കുന്നത്? ഡബിൾ പൊസിഷൻ ആണെങ്കിൽ മാൻഡിസയ്ക്ക് വേണ്ടി കൊടുത്തേക്കുന്നത് ടോട്ടൽ 52 ബിറ്റ്സ് ആണ്. 1 ബിറ്റ് സൈന് പോവും. എക്സ്പോണൻ്റ് 11 ബിറ്റാണ്. മാൻഡിസ 52 ബിറ്റ്സ് ആണ്. സോ ഇതിലേക്ക് വരിക. സൈൻ ബിറ്റ് പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് 0 ആണ്. ബയാസ്ഡ് എക്സ്പോണൻ്റ് കണ്ടുപിടിച്ചു. സോ 1029 11 ബിറ്റ്സിന് വേണ്ടി വരും റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് വരുന്നു. സോ അത് കഴിഞ്ഞ് മാൻഡിസ പോർഷനാണ്. മാൻഡിസ പോർഷൻ എത്രയേ ഉള്ളൂ? ഇവിടെ 9 ബിറ്റേ ഉള്ളൂ. 52 ബിറ്റ് ആക്കണം. അതിന് വേണ്ടിയിട്ട് ബാക്കി ഇതാണ് മാൻഡിസ. ബാക്കി സീറോസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. സോ ഇതാണ് IEEE 754 ഡബിൾ പൊസിഷൻ റെപ്രസെൻറ്റേഷൻ. സോ ഈ ഒരു ഫോർമാറ്റിലാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. സൈൻ ഒരു ബിറ്റ്, എക്സ്പോണൻ്റ് 11 ബിറ്റ്സ്, അതുപോലെ മാൻഡിസ 52 ബിറ്റ്സ്. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. സോ എന്തുകൊണ്ടാണ് ഈ ബയാസ്ഡ് എക്സ്പോണൻ്റ് കൊടുക്കുന്നുള്ളതാണ്. ഈ ബയാസ്ഡ് എക്സ്പോണൻ്റ് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു എക്സ്പോണൻ്റ് പാർട്ട് പോസിറ്റീവോ നെഗറ്റീവോ വരാൻ പറ്റും. അതായത് ലാർജ് നമ്പർ ആണെങ്കിൽ അതൊരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. വളരെ സ്മോൾ നമ്പറാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു എക്സ്പോണൻ്റ് പോർഷൻ നെഗറ്റീവിൽ പോകും. അപ്പോൾ എല്ലായ്പ്പോഴും നമ്പർ ഈ ഒരു എക്സ്പോണൻ്റ് പോസിറ്റീവ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബയാസ് വാല്യൂ ഈ ഒരു എക്സ്പോണൻ്റ് കൂടെ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതെടുക്കുക, ഇതല്ല 8 ബിറ്റ് റെപ്രസെൻറ്റേഷൻ എടുക്കുക, സിംഗിൾ പൊസിഷൻ. അപ്പോൾ ഇവിടെ എക്സ്പോണൻ്റിന് വേണ്ടി കൊടുത്തേക്കുന്നത് എത്രയാണ്? 8 ബിറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. 8 ബിറ്റ്സ് ആണെങ്കിൽ മാക്സിമം 256 നമ്പേഴ്സ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പോസിറ്റീവ് നമ്പരും നെഗറ്റീവ് നമ്പരും റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏകദേശം എങ്ങനെ വരും? -2 പ്ലസ് പോകേണ്ടി വരും. അതായത് -127 to +127 അങ്ങനെ ആയിരിക്കും വാല്യൂ പോവുക. അപ്പോൾ 0 to +127 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഹാഫാണ്. -0 to -127 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഹാഫാണ്. അപ്പോൾ ഇത് പോസിറ്റീവ് എക്സ്പോണൻറ്റും വരും, ഇത് നെഗറ്റീവ് എക്സ്പോണൻറ്റും വരും. എന്ന് വെച്ചാൽ 8 ബിറ്റ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സ്പോണൻറ്റ് പോർഷൻ മാക്സിമം പോസിറ്റീവ് സൈഡ് ആണെങ്കിൽ 127 വരെ പോകാൻ പറ്റും. നെഗറ്റീവ് സൈഡ് ആണെങ്കിൽ -127 വരെ പോകാൻ പറ്റും. കാരണം എന്താണ്? 8 ബിറ്റാണ് എക്സ്പോണൻറ്റ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ 8 ബിറ്റ് വെച്ചിട്ട് രണ്ട് സൈഡിലേക്കും പോകണമെങ്കിൽ ഏകദേശം ഇങ്ങനെ ആയിരിക്കും വാല്യൂ വരിക. അത് പോസിറ്റീവ്, ഒരു ഹാഫ് പോസിറ്റീവ് എക്സ്പോണൻറ്റും മറ്റേ ഹാഫ് നെഗറ്റീവ് എക്സ്പോണൻറ്റും കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും കൊടുക്കേണ്ട ആവശ്യകത എന്താണ്? എക്സ്പോണൻറ്റ് പാർട്ട് പോസിറ്റീവും വരാം നെഗറ്റീവും വരാം. വെരി ലാർജ് നമ്പർ ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, വളരെ സ്മോൾ നമ്പർ ആണെങ്കിൽ നെഗറ്റീവ് എക്സ്പോണൻറ്റ് യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ 127 ആഡ് ചെയ്യുകയാണെങ്കിൽ എന്താ അഡ്വാൻറ്റേജ്? ഏറ്റവും മിനിമം വാല്യൂ -127 ആണ്. അതിൻ്റെ കൂടെ 127 ആഡ് ചെയ്യുകയാണെങ്കിൽ 0 ആവും. അപ്പോൾ റേഞ്ച്
നേരത്തെ കാണിച്ച റേഞ്ച് -127 ടു +127 ആണെങ്കിൽ ബയാസ് വാല്യൂ ആയിട്ടുള്ള 127 ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ എക്സ്പോണൻറ്റ് പോർഷൻ കംപ്ലീറ്റ് പോസിറ്റീവ് നമ്പറായിട്ട് മാറും, 0 to 254. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബയാസ് പോർഷൻ ആഡ് ചെയ്യുന്നത്. ബയാസിൻ്റെ വാല്യൂ ഏത് വാല്യൂ ആണ് എക്സ്പോണൻറ്റ് കൂടെ ആഡ് ചെയ്യുന്നത് കണ്ടുപിടിക്കാനുള്ള ജനറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ 2 to the n -1 ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ n എന്ന് പറഞ്ഞാൽ എക്സ്പോണൻറ്റ് പാർട്ടിന് വേണ്ടിയിട്ട് എത്ര ബിറ്റ്സാണ് നമ്മൾ കൊടുക്കുന്നത് എന്നാണ്. അപ്പോൾ എക്സ്പോണൻറ്റ് പാർട്ടിന് വേണ്ടി ഇവിടെ സിംഗിൾ പൊസിഷനിൽ 8 ബിറ്റാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ എത്ര വരുന്നത്? 2 to the power 7 -1 വരും. 2 to the power 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 to the power 5 32 ആണ്. 2 to the power 6 64 ആണ്. 2 to the power 7 എന്ന് പറഞ്ഞാൽ 128 ആണ്. 128 -1 127 വരും. ഇതാണ് എക്സ്പോണൻറ്റ് പോർഷന് വേണ്ടിയിട്ട് 8 ബിറ്റാണ് കൊടുക്കുന്നതെങ്കിൽ എക്സ്പോണൻറ്റ് കൂടെ ആഡ് ചെയ്യേണ്ട ബയാസ് വാല്യൂ. സോ അതാണ് ഈ ഒരു എക്സാമ്പിളിൽ. അതുകൊണ്ടാണ് ഇവിടെ 127 ഈ ആറിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കുന്നത്. ഇനി അടുത്ത ഡബിൾ പൊസിഷനിലേക്ക് വരുവാണെങ്കിൽ അവിടെ എത്രയാണ് കൊടുത്തേക്കുന്നത്? എക്സ്പോണൻറ്റ് വേണ്ടി അലോക്കേറ്റ് ചെയ്തേക്കുന്ന നമ്പർ ഓഫ് ബിറ്റ്സ് 11 ആണ്. അപ്പോൾ യൂസ് ചെയ്യേണ്ട ബയാസ് വാല്യൂ എത്രയാണ്? ഈ ഒരു ഫോർമുല പറയുകയാണെങ്കിൽ n = 11 കൊടുക്കുക. അപ്പോൾ 2 to the power 10 -1 വരും. 2 to the power 10 എന്ന് പറഞ്ഞാൽ 1024 ആണ്. സോ ബയാസ് വാല്യൂ വുഡ് ബി 1023. അതാണ് ഡബിൾ പൊസിഷൻ എടുക്കുന്ന സമയത്ത് 1023 എക്സ്പോണൻറ്റ് വാല്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഫിക്സഡ് ആൻഡ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് നമ്പേഴ്സ്.